സന്തോഷ് ചേച്ചിക്ക് അതിൻ്റെ ബിരിയാണി എന്ന കഥയുണ്ട്. ഹാജിയുടെ പേരക്കുട്ടിയുടെ കല്യാണമായിരുന്നു. വസുമതിയിലുള്ള ബിരിയാണിയാണ് വെച്ചത്. വസുമതി എന്ന് കേട്ടപ്പോൾ തന്നെ ബീഹാറിൽ നിന്ന് അവന്ന് വെള്ളമൂറി. ഗർഭിണിയായപ്പോൾ ഭാര്യയുടെ ആഗ്രഹമായിരുന്നു വസുമതി ചോറ് കഴിക്കാൻ. വെള്ളം ചോദിച്ചപ്പോൾ താങ്ങിയില്ല. 50 രൂപ മൗളയിൽ വെച്ചു കൊടുത്തു. കുറേ നേരം മണപ്പിച്ചു. കുറച്ച് വായിലേക്ക് വെച്ചു. ചവച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 സൈഡിലൂടെ നീരുറ്റിട്ട് വീഴുന്നുണ്ട്. തുടക്കാൻ ശ്രമിച്ച് അവൾ സമ്മതിച്ചില്ല. അതവൾ ആസ്വദിക്കുകയാണ് അത്രേ. ഹാജിയുടെ മാനേജറോട് 350 കൂലി പറഞ്ഞു. 250 ഉറപ്പിച്ച് 6 അടി നീളവും വീതിയുള്ള വലിയ കുഴികുത്തണം. കുഴികുത്തി കഴിഞ്ഞപ്പോൾ ബിരിയാണി കൊണ്ട് തട്ടാൻ തുടങ്ങി. ദമ്മ് പൊട്ടിക്കാതെ 2 ചെമ്പ് ബിരിയാണി കൊണ്ട് തട്ടി. ചവിട്ടി താത്താൻ പറഞ്ഞു. ബിരിയാണി ചവിട്ടാൻ തോന്നിയില്ല. വസുമതിയുടെ ബിരിയാണി ആജ്ഞാപിച്ചപ്പോൾ ആഞ്ഞ് ചവിട്ടി. വസുമതിയുടെ നെഞ്ചത്ത് തന്നെ ചവിട്ടി. കുഴിയിട്ട് മുഴുവൻ പേരക്കുട്ടി ചോദിച്ചു, എവിടെയാണ് വീട്? ബീഹാറിൽ. വീട്ടിൽ ഭാര്യ, കുട്ടികൾ, ഒരു മോള്. കുട്ടികൾ, ഒരു മോള്. എന്താ മോളുടെ പേര്? വസുമതി. എന്താ മോളുടെ പേര്? വസുമതി. നിക്കാഹ് കഴിഞ്ഞാണോ? അല്ല. എന്താ നിക്കാഹ് കഴിയാത്തെ? മരിച്ചു. എങ്ങനെയാ മരിച്ചേ? വിഷം നട്ട് പട്ടിണിയാണ്. എങ്ങനെയാ മരിച്ചേ? വിഷം നട്ട്